പശ്ചിമ ബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്, ഇന്നലെ നടന്നത്. പശ്ചിമ ബംഗാളിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ 92% പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ ഒരു കനത്ത പോളിംഗ് അത് മമതാ ബാനർജിക്ക് എതിരായിട്ട് വരുമോ അതോ മമതാ ബാനർജിക്ക് അനുകൂലമായിട്ട് വരുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരമൊരു പോളിംഗ് ഇതുവരെ പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം 92% പോളിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വലിയ പോളിംഗ് ആണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എടുത്തു പറയുന്നത് SIR അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ പരിഷ്കരണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ SIR മൂലം മരണപ്പെട്ട നിരവധി പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതോടൊപ്പം തന്നെ ഒന്നിലധികം മണ്ഡലങ്ങളിൽ പട്ടികയിലുള്ള ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെയുള്ളൊരു വോട്ടർ പട്ടിക ശുദ്ധീകരണം മൂലം ഏതാണ്ട് 1 കോടിയോളം വോട്ടർമാർ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് പലർക്കും അവർക്ക് റെക്ടിഫിക്കേഷനുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. അതിന് സുപ്രീം കോടതി നിയോഗിച്ച ജുഡീഷ്യൽ ഓഫീസർമാരുടെ തന്നെ ഒരു ബോഡി അതിനുവേണ്ടി വർക്ക് ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത്. അതുകൊണ്ട് തന്നെയായിരിക്കണം വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ പോളിംഗിൽ ഇത്രയധികം വർധനവ് വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പോലും അതിനേക്കാളൊക്കെ കവച്ച് വെക്കുന്ന രീതിയിൽ ആയിരുന്നു 92% പോളിംഗ് എന്നത്. അപ്പൊ ഇത് അഭൂതപൂർവമായിട്ടുള്ള ഒരു പോളിംഗ് ആണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഒരു ഭരണകൂടത്തിനെതിരെ ശക്തമായ വികാരമുള്ള സമയത്താണ് പോളിംഗ് വർദ്ധിക്കുന്നത് എന്നാണ്. നമുക്കറിയാം എല്ലാ പോളിംഗ് ബൂത്തുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ ഒരു നീണ്ട നിരയാണെന്ന് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ സംഘടനാപരമായ അടിത്തറയുടെയൊക്കെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പോളിംഗ് വർദ്ധിച്ചത് എന്നാണ്. 152 മണ്ഡലങ്ങൾ, ഈ 152 മണ്ഡലങ്ങൾ പൊതുവെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 77 സീറ്റാണ് നേടിയത്. BJP നേടിയ 77 സീറ്റിൽ 59 സീറ്റും അവർ നേടിയത് ഈ മേഖലയിൽ നിന്നായിരുന്നു. കാരണം പശ്ചിമ ബംഗാളിലെ 294 അംഗ നിയമസഭയിലെ 152 മണ്ഡലങ്ങളിൽ 59 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചിരുന്നു. ആ 152 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടന്നത്. ആ മണ്ഡലങ്ങളിൽ 100 എണ്ണം അല്ലെങ്കിൽ 95 എണ്ണമെങ്കിലും ജയിക്കണം എന്നുള്ളതാണ് BJPയുടെ ഒരു ലക്ഷ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇത്തവണ വോട്ടെടുപ്പ് നടന്ന ഈ മണ്ഡലങ്ങൾ. അതിനർത്ഥം അടുത്ത് വരാൻ പോകുന്ന ബാക്കിയുള്ള മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ബംഗാൾ, അതേപോലെ തന്നെ ജംഗൽ മഹൽ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളൊക്കെ തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തവണ വോട്ടെടുപ്പ് നടന്നത്. ജംഗൽ മഹൽ എന്ന് പറയുന്നത് ബാങ്കുര, പുരുളിയ തുടങ്ങിയ 4 ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ജംഗൽ മഹൽ എന്ന് പറയുന്നത്. 40 സീറ്റുകളാണ് ഈ മേഖലയിൽ നിന്നുള്ളത്. പശ്ചിമ ബംഗാളിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 7.5% ആദിവാസികളാണ്. കൂടുതലും ആദിവാസികളൊക്കെ തന്നെ ഈ മേഖലയിലാണുള്ളത്. പൊതുവെ BJPയെ ആരോപിക്കപ്പെടുന്നത് BJP ഒരു സവർണ ഹിന്ദു പാർട്ടി എന്നാണ്. BJP സവർണ ഹിന്ദുക്കളുടെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് പിന്നീട് മറ്റ് പിന്നോക്ക ജാതി ഹിന്ദുക്കളിലേക്കും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാരിലേക്ക് തന്നെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്നാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൽ BJPക്ക് ആദ്യം മുതൽ തന്നെ സ്വാധീനമുള്ളത് ആദിവാസികളുടെ ഇടയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിലും മറ്റു പിന്നോക്ക ജാതിക്കാർക്കിടയിലാണ്. അതേസമയത്ത് ഉയർന്ന വിഭാഗക്കാരുടെയിലും അല്ലെങ്കിൽ കൽക്കത്തയ്ക്ക് ചുറ്റുമുള്ള വരേണ്യ വിഭാഗത്തിനിടയിലൊക്കെ തന്നെ മമതാ ബാനർജിക്കായിരുന്നു സ്വാധീനമുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം 30% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ് അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളാണ്. മമതാ ബാനർജി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവർ ചെയ്തത് മുസ്ലിങ്ങൾക്ക് OBC സംരക്ഷണം നൽകുകയും അല്ലെങ്കിൽ OBC പദവി നൽകുകയാണ്. അത് ഭരണഘടനാപരമായിട്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നടപടിയായിരുന്നു. കാരണം മതപരമായ സംവരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല. പക്ഷേ OBC പട്ടികയിലെ മുസ്ലിം മതവിഭാഗത്തിലെ ഏതാണ്ട് 90% ഉൾപ്പെടുത്തുകയായിരുന്നു മമതാ ബാനർജി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മുസ്ലിം പള്ളികളിലൊക്കെ തന്നെയുള്ള സ്കൂളിലെ മദ്രസകളിലെ അധ്യാപകർക്ക് ഒക്കെ പ്രത്യേക തരത്തിൽ വേതനങ്ങളൊക്കെ നൽകിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വളരെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇത്തവണ മമതാ ബാനർജിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് മമതയുടെ പഴയ അനുയായികളായിരുന്ന ഹുമയൂൺ കബീറിന്റെയൊക്കെ നേതൃത്വത്തിൽ പ്രത്യേക പാർട്ടി രൂപീകരിച്ചു. അതേപോലെ തന്നെ AIMIM
ഘടകങ്ങളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും കുറേ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കിട്ടിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾക്ക് കാര്യമായ സ്വാധീനം നേടിയെടുക്കാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ മുർഷിദാബാദിലൊക്കെ ഈ പാർട്ടിയുടെയും ഹുമയൂൺ കബീറിന്റെ പാർട്ടിയുടെയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്ത് തന്നെയായാലും മുസ്ലിം വോട്ടാണ് മമതാ ബാനർജി കൂടുതൽ ആശ്രയിക്കുന്നത്. പക്ഷേ ഈ ഇത്തവണത്തെ ഫസ്റ്റ് ഘട്ടം തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെ ഗതി മാറുന്നു അതിനനുസരിച്ചായിരിക്കും പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് BJPക്ക് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. കാരണം BJP ഒരു 100-നടുത്ത് സീറ്റ് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 90 സീറ്റ് പിടിക്കുകയാണെങ്കിൽ BJPക്ക് വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി സീറ്റ് നേടിക്കൊണ്ട് ഭൂരിപക്ഷം നേടാൻ പറ്റും. അതേസമയത്ത് 90 സീറ്റിനടുത്തൊന്നും BJPക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ, കാരണം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഇത്രയൊന്നും സീറ്റുകൾ നേടാൻ കഴിയുന്നെങ്കിൽ BJPക്ക് ഭരണം പിടിക്കാൻ കഴിയില്ല. പക്ഷേ പൊതുവെ ഒരു ഭരണമാറ്റം പശ്ചിമ ബംഗാളിൽ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. അമിത്ഷാ പറഞ്ഞത് 2 സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ 3 സീറ്റിൽ ഞങ്ങൾക്ക് 77 സീറ്റിലെത്താൻ കഴിയുമെങ്കിൽ 77 സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണത്തിലെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് വർഷങ്ങളായിട്ട് അധികാരത്തിലിരുന്ന 1977 മുതൽ 2011 വരെ പശ്ചിമ ബംഗാൾ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഇത്ര വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ആകെ അവർ 2 സീറ്റുകൾ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. അതേസമയത്ത് കോൺഗ്രസ് ഏതാണ്ട് 10 സീറ്റ് വരെ തങ്ങൾ ജയിക്കുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പക്ഷേ ഏതാണ്ട് പശ്ചിമ ബംഗാളിൽ ഒരു ബൈപോളർ പൊളിറ്റിക്സ് മാത്രം ആണ് നടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ്, മറുഭാഗത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ BJP. ഈ ഒരു മത്സരത്തിനിടയിൽ ഒരു മൂന്നാം കക്ഷിക്കുള്ള പ്രസക്തി വളരെയേറെ കുറവാണ്. അവർ അവരുടെ ചില പോക്കറ്റുകളിൽ, കോൺഗ്രസ് ആകട്ടെ മാൾഡ, മുർഷിദാബാദ് തുടങ്ങിയ ന്യൂനപക്ഷ മേഖലകളിലാണ് അവരും അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്നത്. BJP ആകട്ടെ പൂർണ്ണമായിട്ടും ഒരു പല സ്ഥലത്തും അവർ സ്വത്ത് രാഷ്ട്രീയത്തെ ആശ്രയിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. കാരണം പലപ്പോഴും ഗോത്രവർഗക്കാരുടെയും അതുപോലുള്ള പിന്നോക്ക വിഭാഗക്കാരുടെയൊക്കെ പ്രത്യേക മേഖലകളിൽ പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് BJP നടത്തുന്നത്. അങ്ങനെ ഒരു മുസ്ലിം രാഷ്ട്രീയമാണ് മമതാ ബാനർജി കൈക്കൊള്ളുന്നെങ്കിൽ മറുഭാഗത്തൊരു സ്വത്ത് രാഷ്ട്രീയമാണ് BJP എടുക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ വലിയ വരേണ്യ വിഭാഗം, അതായത് കൽക്കട്ടയ്ക്കും ചുറ്റുപറ്റും ഉള്ള വരേണ്യ വിഭാഗക്കാരൊക്കെ തന്നെ നേരത്തെ തൃണമൂൽ കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. പക്ഷേ BJP നേതാവ് സുവേന്ദു അധികാരി മമതയുടെ തട്ടകത്തിൽ ഭവാനിപൂരിൽ കയറി മത്സരിക്കുന്നു. അത് തന്നെ അവിടുത്തെ ചിത്രങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. നേരത്തെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജയ് ബംഗ്ല എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയിരുന്നത്. കാരണം BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയാണ്, ബംഗാളി അസ്മതയാണ് മമത ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ സുവേന്ദു അധികാരിയെ മുന്നിൽ നിർത്തിയതോടുകൂടി ആ കാര്യങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുന്നു. കാരണം സുവേന്ദു അധികാരി മമതയുടെ തൊട്ട അനുയായിയായിരുന്നു, അടുത്ത അനുയായിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയതാണ്. ഇത്തവണ അദ്ദേഹം മമതയുടെ ബംഗാളിലെ, അതായത് കൽക്കട്ടയിലെ തട്ടകത്തിൽ പോയിട്ടാണ് അദ്ദേഹം മമതയെ എതിർക്കുന്നത്. അദ്ദേഹം 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇത്തവണ മമതാ ബാനർജിക്ക് തൻ്റെ സ്വന്തം സീറ്റിൽ തന്നെ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്ത് തന്നെയായാലും കനത്ത പോളിംഗ്, 92% പോളിംഗ് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ മമതയ്ക്ക് അധികാരം കൈവിടുമോ എന്നുള്ളതിന്റെ സൂചനകളാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.